ബേസിൽ ജോസഫ്. നീ എവിടെയെങ്കിലും ഭർത്താവ് ഭാര്യ ഡൈവേഴ്സ് ചെയ്തിട്ട് ഭർത്താവ് ഒറ്റയ്ക്ക് സന്തോഷമായിട്ട് ജീവിക്കണുണ്ടോ? ഭാര്യമാരെ ഹാപ്പി ആയിരിക്കും. എന്താണെന്നറിയോ, പെണ്ണുങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും, പക്ഷെ നമുക്ക് പറ്റൂല. നമുക്ക് അവരില്ല പറ്റില്ല. നീ എന്നെ ഒരു ചവിട്ടി എന്ന് വിചാരിച്ച് നീ വലിയ ആളായെന്ന് വിചാരിച്ചാ നിനക്ക് എന്നെ അടിക്കണോ? എന്നെ അടി. നീ ഇവിടെ കിടന്ന് ഉരുളുവേ, എന്റെ മൂക്കാമണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കും. എനിക്ക് അടുത്തായിട്ട് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം PC ജോർജ് സാറ്. അപ്പോൾ അദ്ദേഹം ഏതൊരു പൊതുപരിപാടിക്ക് വിളിച്ചാലും ഇപ്പം അദ്ദേഹം പോകത്തില്ല എന്നൊരു രൂക്ഷ വിമർശനം അദ്ദേഹം നേരിടുന്നുണ്ട്. പക്ഷെ ഞാനിവിടെ ഇന്ന് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം വരാൻ നേരിട്ടുണ്ട്. ആദ്യം വരത്തില്ലെന്ന് പറഞ്ഞു, പക്ഷെ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം വരാൻ നേരിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 2 വാക്ക് സംസാരിക്കുന്നതിൽ നമുക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാം. PC ജോർജ് സാർ. സാർ നമസ്കാരം. നമസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. അല്ലേ, ഞാനിവിടെ വരത്തില്ലാതെ ഏതോടാ പറഞ്ഞേ? ആ പറഞ്ഞവരെ തന്തയായിരിക്കും പറഞ്ഞ, ഞാനല്ല. ഞാൻ വളരെ ബാധ്യപരിതയുടെ ജീവിക്കുന്ന ഒരാളാ. എന്റെ കരിവാരത്തേക്ക് ഇവിടെ കുറെ ഇറങ്ങിയിട്ടുണ്ട്. അല്ല, ഇവിടെ ഇത്രയും ആൾക്കാർ പെട്ടു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഇന്നേ വരെ ഒരു ചെറ്റവർത്താനം പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഞാൻ മോശമായിട്ട് സംസാരിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാനേ കുടുംബത്തിൽ പിറന്നവരാ. എന്തിനാണ് ഈ തെണ്ടികളെ ചെറ്റവർത്താനം പറയുന്നത്? ഇവരെയൊക്കെ പുളിച്ച തെറിയായിരിക്കും ഞാൻ വിളിച്ചു പറയുന്നത്.